ഞാൻ കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബാദുഷ കടലുണ്ടി. ഇത് പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന ട്രഷറർ KC സജീവ് തൈക്കാട്. ഇത് പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി BL അനിൽകുമാർ. ഇത് പ്രസിഡന്റ് പോച്ചൽ നാസർ. ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം നാളെ കേരളത്തിലെ പ്രവാസികളുടെ ഈ ബഡ്ജറ്റ് പ്രവാസികൾ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നാളെ നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഒരു നിലക്കും പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സമീപഭാവിയിലുള്ള ഏത് ബഡ്ജറ്റുകൾ പരിശോധിച്ചാലും പ്രവാസികളെക്കുറിച്ച് കൃത്യമായി അവരുടെ ക്ഷേമവും അവരുടെ സംരക്ഷണമൊക്കെ ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ബഡ്ജറ്റുകളാണ് കാലാകാലങ്ങളിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. VD സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനകത്ത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ തന്നെ 2 ഭാഗത്ത് മാത്രമാണ് പ്രവാസികളെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നു പ്രവാസികളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിച്ച് നിക്ഷേപം നടത്താനുള്ളതെന്നാണ്. പ്രവാസികളെ നേരത്തെ തന്നെ നിക്ഷേപം നടത്താനുള്ള നോർക്കയ്ക്ക് കീഴിലൊക്കെ നിരവധിയായ പദ്ധതികളുണ്ട്. പ്രവാസി NDPRM പോലുള്ള സർക്കാർ നേരത്തെ ഉള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് ഊർജം പകരുന്ന ഒരു കാര്യവും ഈ ബഡ്ജറ്റിനകത്ത് പറയുന്നില്ല. മറിച്ച് പുതിയ പദ്ധതി പറഞ്ഞുകൊണ്ട് ഒരു വാചക കസർത്ത് നടത്തി പോവുക മാത്രമാണ്. രണ്ടാമത് പറയുന്നത് പ്രവാസി ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്നാണ് പറയുന്നത്. പ്രവാസി ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യക്ഷമമല്ലാത്തത് ഉണ്ടോ എന്നാണല്ലോ സംശയം. അവിടെ പ്രശ്നം എന്താണ്? അവിടെ പ്രധാനമായിട്ട് സാമ്പത്തികമാണ് പ്രശ്നം. എല്ലാ ബഡ്ജറ്റിലും പ്രവാസി ക്ഷേമനിധി ബോർഡിന് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. 10 ലക്ഷത്തോളം അംഗങ്ങൾ ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 1 ലക്ഷം പ്രവാസികൾക്ക് പെൻഷൻ കിട്ടുന്ന ക്ഷേമനിധി ബോർഡാണിത്. അത്തരത്തിലൊരു ക്ഷേമനിധി ബോർഡ് അതിനെ സഹായിക്കാൻ അതിൻ്റെ മെയ് മാസത്തെ പെൻഷൻ കഴിഞ്ഞ ഗവൺമെൻറ് ഏപ്രിൽ മാസത്തെ വരെ പെൻഷനും കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാ കാലത്തും അതിനെ ഗവൺമെൻറ് സഹായിച്ചു. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയാണ് ഈ സമൂഹത്തെ സഹായിക്കാനുള്ള. ആ നിലയിലേക്ക് ഈ ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്ന് പറയുന്നിടത്ത് എവിടെയും ഇതിന് പ്രത്യേക പണം അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ നിലയിൽ ഈ 2 കാര്യം. മറ്റൊരു കാര്യത്തെക്കുറിച്ച് നോക്കൂ, നോർക്ക പ്രവാസികാര്യ വകുപ്പാണ്. നിരവധിയായ പദ്ധതികൾ ഈ നോർക്കയ്ക്ക് കീഴിൽ ഉണ്ട്. ആ പദ്ധതിയെക്കുറിച്ചോ നോർക്ക എന്നൊരു വാക്ക് പോലും ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ എവിടെയും പറയുന്നില്ല. അപ്പോൾ തീർത്തും ഒരു കാലത്തുമില്ലാത്ത ഈ ഗവൺമെൻറ് പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഗവൺമെൻറ് ആണെന്ന് അവർ പ്രഖ്യാപിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കും, ക്ഷേമനിധി പെൻഷൻ കൃത്യമായി കൊടുക്കും, അങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ടാണ് UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. പക്ഷേ അവരുടെ തുടക്കം തന്നെ ഈ ബഡ്ജറ്റ് തന്നെ നോക്കിക്കാണുമ്പോൾ വലിയ നിരാശയാണ്. ഇതിൽ പറയാമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ മേഖലയും എടുത്തു നോക്കൂ നിങ്ങൾ. കേരളത്തിൻ്റെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, ഇവിടെ നിന്നൊക്കെയുള്ള വരവ് എല്ലാം നോക്കൂ നിങ്ങൾ. അതിനേക്കാൾ കൂടുതൽ വരവ് കേരളത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ 19.5% സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് പ്രവാസികൾ. നേരത്തെ അത് 10 വർഷം മുമ്പ് 36.5%. കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാസി വരുമാനം കുറഞ്ഞിട്ടല്ല, പ്രവാസി വരുമാനം കൂടിയിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചതിൻ്റെ ഭാഗമായി പ്രവാസി വരുമാനം 19.5%. ഇന്ത്യയിൽ മൊത്തം വരുന്ന പ്രവാസി പണത്തിൻ്റെ 19.20% വരുന്നത് കേരളമാണ്. അങ്ങനെ ആ വരുമാനം ഏതാണ്ട് 2.86 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ സഹകരണ ബാങ്കുകളിലുമൊക്കെ നിക്ഷേപമായി പ്രവാസി പണം കിടക്കുക. 10 ലക്ഷം കോടിയായിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമെല്ലാം നിക്ഷേപം ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് 10 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ ബാങ്കുകളിൽ മൊത്തം നിക്ഷേപമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമാണോ കേരളത്തിൻ്റെ മാർക്കറ്റുകളെ ഏറ്റവും കൂടുതൽ സജീവമാക്കുന്നത്? ഇപ്പോൾ ഈ യുദ്ധവും കാര്യവും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റുകൾ നോക്കിയാൽ വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാർക്കറ്റുകൾ ഏറ്റവും ചലനാത്മകമാക്കുന്നത് ഈ സമൂഹമാണ്. വാങ്ങൽ കഴിവുകൾ, കേരളത്തിൻ്റെ വാങ്ങൽ കഴിവുകളെ ശക്തിപ്പെടുത്തിയത് പ്രവാസികളാണ്. അങ്ങനെയുള്ള ഒരു വാങ്ങൽ കഴിവ് പോലും ശക്തിപ്പെടുത്തിയതിൻ്റെ ഭാഗമായി GST ഇനത്തിലുണ്ടായിട്ടുള്ള വർധനവ്, ഇതെല്ലാം കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലക്കകത്ത് ഈ സമൂഹം എങ്ങനെയാണ് ഇടപെടുന്നത്? അത്രമാത്രം സ്വാധീനമുള്ളൊരു വിഭാഗമാണ്. ഈ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യാതെ ഈ ബഡ്ജറ്റ് പോവുക എന്ന് പറഞ്ഞാൽ
ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവാസി വിരുദ്ധ നയത്തിൻ്റെ സൂചനയാണ് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇതിൻ്റെ പ്രവാസികളുടെ ക്ഷേമവും പെൻഷനും ഇതൊക്കെ ആശ്രയിച്ച് കാത്തിരിക്കുകയാണ്. അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ബഡ്ജറ്റിൽ കുറേ പണം നീക്കി വെക്കുന്നത്. കാരണം അംശാദായവും കൊടുക്കാനുള്ള തുകയും തമ്മിലുള്ള അന്തരമാണ് ക്ഷേമനിധി ബോർഡിൻ്റെ വലിയ പ്രശ്നം. അപ്പോൾ ഇതിലൊന്നും ഒരു മുഖവിലക്കെടുക്കാതെ ഈ ഗവൺമെൻറ് പോകുന്നുണ്ട്. അത് ഒരു ശരിയായ രീതിയല്ല. അത് ഈ ബഡ്ജറ്റിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലെങ്കിലും ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന് പണം നീക്കി വെക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റ് വഴികൾ കണ്ടെത്താനോ ഉള്ള ഒരു നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുക. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാകുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലയിലും ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണം. കാരണം ഇതൊരു വലിയ സമൂഹമാണ്. പ്രവാസി എന്ന് പറഞ്ഞ വലിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ പ്രശ്നം കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. ആ പൊതു പ്രശ്നം ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോയാൽ ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സങ്കടം പേറേണ്ടി വരും നമുക്ക്. അതില്ലാതിരിക്കാനുള്ള ഇടപെടൽ മാധ്യമ രംഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.